ഹലോ. ഇന്നലെ ആർട്ട് ഫോംസിനെ പറ്റി പറഞ്ഞതിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു കേട്ടോ. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ് ഫസ്റ്റ്. പെട്ടെന്ന് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പേരുകൾ ഞാൻ മിക്സപ്പ് ചെയ്യാറുണ്ട് ചില സമയത്ത് ചിന്തിക്കാതെ. ബിക്കോസ് ഞാനിത് എഴുതി വെച്ചല്ല പറയുന്നത്. വെൻ എവർ ഐ ടേക്ക് അപ്പ് എ സബ്ജക്റ്റ്, ഇപ്പോൾ ആർട്ടാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ സംടൈംസ് പേരുകൾ മാറിപ്പോവും എനിക്ക്. ദാറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ്. സോറി ഫോർ ദാറ്റ്. കാരണം നിങ്ങൾ എൻ്റെ ഇത് കേൾക്കുന്നവരല്ലേ. അപ്പോൾ ദിവ്യലക്ഷ്മി ഇന്നലെ അത് കണ്ടിട്ട് പറഞ്ഞു, ചേച്ചി വാൻ ഗോഗ് അല്ലേ അത് വരച്ചത്, നമ്മുടെ സൺഫ്ലവർ? യെസ്, വാൻ ഗോഗ് ആണ് കേട്ടോ. അത് കണ്ടിട്ട് വന്ന ഒറിജിനൽ വാൻ ഗോഗ് പെയിൻറ്റിങ് കണ്ടിട്ട് വന്നിട്ട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു, തെറ്റ്. ശ്രദ്ധിച്ചും ഈ മൈൻഡ്ഫുൾനെസ് ചില സമയത്ത് കൈവിട്ട് പോവില്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് പോട്ടെ. ഇപ്പോൾ സോറി കേട്ടോ. വാൻ ഗോഗ് ആണ് സൺഫ്ലവർ പെയിൻറ്റിങ് വരച്ചത്, ഓയിൽ ഓൺ ക്യാൻവാസ്. ഇറ്റ്സ് വെരി നൈസ്. നല്ല രസമാണ് അത്. ഇങ്ങനെയൊക്കെ വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് സ്മോൾ ലിറ്റിൽ പീസസ് വിച്ച് ഐ ഹാവ് കളക്റ്റഡ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, കുറച്ചൊക്കെ കളക്റ്റൈബിൾസ് നമ്മൾ എടുക്കണം, നമ്മുടെ കയ്യിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഇതങ്ങനെ ഒരു കളക്റ്റൈബിളാണേ. അതിൽ കാണാവോ, കണ്ടോ? അപ്പോൾ കളക്റ്റൈബിൾസിനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത സാധനങ്ങൾ കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഡെൻമാർക്കിലെ ഒരു ഡെയ്സി എന്ന് പറയുന്ന ജ്വല്ലറി. ഡെയ്സി, ഇതൊരു സ്റ്റെർലിംഗ് സിൽവറാണ്. ദിസ് ഇസ് നോട്ട് ഗോൾഡ്, ഇത് സ്റ്റെർലിംഗ് സിൽവറാണ്. ഇത് അന്ന് കാണാമല്ലോ അല്ലേ, ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ നോ. 6,000 റുപ്പീസായിരുന്നു അന്ന്, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 6,000 അന്ന്. ഇറ്റ് വാസ് ഇൻ 2012 കേട്ടോ. 2012 ആ സമയത്താണ് ഞാൻ പോയത്. അത് യെസ്. അപ്പോൾ അന്ന് വാങ്ങിച്ചപ്പോൾ 6,000 രൂപയായിരുന്നു ഇതിന്. ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പെൻഡൻ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പൈസ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ അത് 600 ക്രോണയായിരുന്നു അന്ന്. 600 ക്രോണ എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു 10 റുപ്പീസാണ്. 1 ക്രോണ ഈസ് ഈക്വൽ ടു. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. എനിക്ക് അന്ന് അത്രേ പറ്റുള്ളായിരുന്നു. എല്ലാം നമ്മൾ എടുക്കണമല്ലോ, പക്ഷേ ഇത്രയും വർഷം ഞാൻ മോളിടാറുണ്ടത്. അപ്പോൾ ഇതൊരു ഡെൻമാർക്ക് കൺട്രിയിലെ ദേശീയ പുഷ്പമാണ്, നാഷണൽ ഫ്ലവറാണ് ഡെയ്സി. നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ, ഓഫ് കോഴ്സ്, ലോട്ടസ്. എൻ്റെ വീടിൻ്റെ പേര് താമര എന്നാണ് കേട്ടോ, ലോട്ടസ് വെച്ചിട്ട്. ബിക്കോസ് അരവിന്ദിൻ്റെ പേര് വെച്ചിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തതാണ്, അത് മോള് ചൂസ് ചെയ്തതാണ്. താമരയെന്ന് ഇടമേന്ന് പറഞ്ഞു, വെറുതെ അങ്ങ് പറഞ്ഞതാണ് അവൾ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ്, താമര ഈസ് എ ഗുഡ് വൺ. അരവിന്ദം, താമര എന്നല്ലേ പറയാ, അരവിന്ദലോചനൻ, വിഷ്ണു. സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പേരിട്ടത്. അപ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലവറിൻ്റെ പേരുമായി അരവിന്ദിൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളതുമായി. പിന്നെ എനിക്കിഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ഏതൊക്കെയാണ് നാഷണൽ ഫ്ലവർ എന്നിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. കുറേ നല്ല നല്ല പൂക്കൾ പല രാജ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൺഫ്ലവറിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ അത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് നോക്കുമ്പോൾ ഉക്രൈൻ്റെ ആണ്. അവിടെയാണ് അത്ര ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ സൺഫ്ലവർ ഫാംസ് ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് തോന്നുന്നു ദാറ്റ് ഈസ് ദെയർ നാഷണൽ ഫ്ലവർ. ഓഫ് കോഴ്സ് അവർക്ക് അത്രയും പൈസ കൊണ്ടൊന്ന് കൊടുക്കുന്നതല്ലേ സൺഫ്ലവർ സീഡ്സിൻ്റെ വ്യാപാരം. സോ അതൊരു ചെറിയ ഇൻഫോർമേഷൻ. ഓക്കെ, അടുത്ത ആർട്ട് കളക്റ്റൈബിൾ ഇൻ മൈ ജ്വല്ലറി. ഇത് ജ്വല്ലറിയിൽ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇപ്പം ചെറുതല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കാൻ പാടുള്ളൂ. സോ ഐ ഷോ യു ദിസ്. ഓക്കെ, ഇത് കാണാവോ? ഇതൊരു കുഞ്ഞു ഡയമണ്ടും ഒരു ഒലീവ് ഇലയാണത് കേട്ടോ. ഒലീവ് ഡിസൈൻസ് ആണിത്. ഫലോമ പിക്കാസോ വരച്ചതാണത്, വരച്ചു കൊടുത്ത ഡിസൈനാണ്. അവർ ലൈക്ക് ഡിസൈനറാണ്. നല്ല രസമുണ്ടല്ലേ ഇത് നേരെ കാണാനായിട്ട്. ഇങ്ങനെ ഒരു ഇല, ആ ഇലയിൽ ഇങ്ങനെ ഒരു കണ്ടോ. ഇതും ഞങ്ങൾ എവിടെ നിന്നാണ് അത് വാങ്ങിച്ചത്, എനിക്കിതാ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പേരാണ്, ഞാൻ വിട്ടുപോയി ആ പേര് പെട്ടെന്ന്. ഏത് സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിച്ചതെന്ന് പറയാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതണം, ഇനി മുതൽ ഞാൻ എഴുതി വെക്കണം. കുറേ നോട്ട്സ് ഞാൻ എഴുതാറുണ്ട് കേട്ടോ. ടിഫനി, ഇപ്പം കിട്ടി. ടിഫനിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഞാൻ US പോയപ്പോൾ ഞാൻ വന്നിരുന്നു. അപ്പോൾ മോളോട് പറഞ്ഞു, മോളെ ഐ തിങ്ക് ഇത് US തന്നെ വാങ്ങിച്ചതെന്ന് തോന്നുന്നു, അതോ അബുദാബി ടിഫനിന്നോ ഏതോ ഒരു ടിഫനിയിൽ നമ്മളിത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. യെസ്, ദിസ് ഈസ് ഓൾസോ വെരി കോസ്റ്റ്ലി. ഇത്രയുള്ള ഐറ്റമിന്
കുറച്ചധികം പൈസ ഞാൻ കൊടുത്തു കേട്ടോ. 60,000 റുപ്പീസ് കൊടുത്തു. ഞാനിത് എന്തിനാ അതിൻ്റെ ഞാൻ സാധാരണ എല്ലാത്തിൻ്റെയും പ്രൈസസും ഇതും റിവീൽ ചെയ്യാറില്ല. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ദിസ് ഷോസ് ദ ലിഗസി. ഞങ്ങളൊക്കെ 1973 വരെ ഉണ്ടായിരുന്നു പാബ്ലോ പിക്കാസോ. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ 72-ലാണല്ലോ ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ഈ 73 ഓർത്ത് വെച്ചതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് നിയോ ക്ലാസിസിസം എന്ന് പറഞ്ഞിട്ട് ലിറ്ററേച്ചർ ക്ലാസ്സസിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ പഠിച്ചവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനകത്ത് റിനയസൻസ് ടൈമിലുള്ളവർ, നിയോ ക്ലാസിസ് സമയത്തുള്ളവരെയൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ വാൻഗോഗിനെ വാൻഗോഗിൻ്റെ പെയിൻറ്റിങ്സ് കണ്ടിട്ട് ഒരുപാട് ഉത്തേജനം ഉൾക്കൊണ്ടിട്ട് വന്ന ആളാണ് പാബ്ലോ പിക്കാസോ അത്ര. അദ്ദേഹത്തിൻ്റെ വീപ്പിംഗ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ നമുക്ക് തൊടാനൊക്കില്ല. പിന്നെ ഇവരുടെയൊക്കെ കുറച്ച് ആബ്സ്ട്രാക്റ്റ് ഇതിലേക്കാണ് കേട്ടോ പോണേ. പക്ഷേ ഇങ്ങനെ പൂക്കളും ഇലകളും ഒക്കെ വരയ്ക്കുന്നത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ. എന്തായാലും ആ ലിഗസി, ആ പലോമയ്ക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്നത് എന്താണല്ലേ. അദ്ദേഹം ഒരു സ്പാനിഷ് ആളാണ്, പക്ഷേ ഹി ലിവ്ഡ് ഇൻ പാരീസ്. അപ്പോൾ അവരുടെ മക്കളെല്ലാവരും ഈ ആർട്ട് ഫോമിനോടൊക്കെ ഒരുപാട് അടുത്തായിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനോടൊക്കെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ പുലർത്തി വരിക. എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ആർട്ട് ഫോംസിനോടുള്ള ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ലേറ്റർ ഇയേഴ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഓരോരോ വിസിറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. പറ്റുന്ന അമ്പലങ്ങൾ പോകുന്നുണ്ടാവും. മീനാക്ഷിയുടെ അമ്പലത്തിൽ പോകുന്നുണ്ട് മധുരയിലൊക്കെ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആർട്ട് ഫോംസ് എന്താണെന്ന് വെച്ചാൽ നോക്കി കാണൂ. ഞാൻ പറഞ്ഞ ചെട്ടിനാട് അങ്ങനെയൊക്കെ പോവില്ലേ എല്ലാവരും. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന യാത്രകൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ആർട്ട് ഫോം ഒരു ചെറുത് എന്തെങ്കിലും കൊണ്ടുവരിക കേട്ടോ. താജ്മഹൽ കാണാൻ പോയപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഇൻലേ ചെയ്ത ഒരു ബോക്സ് വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു, ഈ ഇൻലേ വർക്ക് ചെയ്തത്. പിന്നെ അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആസാമിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് ഇത് അവിടുത്തെ സാധനം. അത് എന്താണെന്ന് അവരുടെ ഒരു അവർ എല്ലായിടത്തും അത് വെച്ചിട്ടുണ്ട്, അവരുടെ എന്തോ ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രഷ്യസ് കളക്ഷൻ. ഇപ്പോൾ ഇത് തിരിച്ചു കൊണ്ട് കൊടുത്താൽ അത്രയും കാശ് കിട്ടുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ ഡബിൾ കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നുമല്ല. ഇതൊക്കെ ഒരു പ്രൈഡാണ് അല്ലേ. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു ചെറിയ ഒരു ഇതെങ്കിലും നമുക്ക് ഇതിനേക്കാൾ വലുതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. യു സീൻ അല്ലേ, വലിയ ആക്ടേഴ്സും ഇതൊക്കെ ഇതിൻ്റെ നെക്ലസൊക്കെ ഇങ്ങനെ നെക്ലസ് പറഞ്ഞാൽ അവരിങ്ങനത്തെ ലോങ് ചെയിനിലൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ മടക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് നൈസ്, അവർക്കൊക്കെ നല്ലതാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും. ഇത് മോള് കുറച്ച് നാൾ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ ഈ ഇയറിങ് ഇട്ടിട്ട് ഞങ്ങൾ അവളെ വിളിക്കാൻ പോയിരുന്നു ഹോസ്റ്റലിൽ. എല്ലാം വൈൻഡപ്പ് ചെയ്ത് വരുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മോള് കൊൽക്കട്ടയ്ക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മോളങ്ങ് വന്നു. ഞങ്ങൾ കൊൽക്കട്ടയിൽ ഹോട്ടലിൽ ഇരുന്നേ ഉള്ളൂ. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, മോളെ കമ്മലിട്ടില്ലേ? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. ഈ കമ്മൽ ഞാൻ ഇത്രയും റിവർ ചെയ്ത് കൊണ്ടു നടക്കണ ഈ കമ്മലുണ്ടല്ലോ, കുട്ടി എന്താ ചെയ്തതെന്ന് അറിയോ? അഴിച്ചിട്ട് ഹോസ്റ്റലിലെ ഒരു ചെറിയ അവൾ എപ്പോഴും കുളിച്ചിട്ട് വെക്കുന്ന പോലെയുള്ള സ്ഥലത്ത് വെച്ചിട്ടങ്ങ് വന്നു. കണ്ണാടി നോക്കില്ല, എന്താ ചെയ്യുക? കണ്ണാടി നോക്കി അറ്റ്ലീസ്റ്റ് ഓർക്കൂല, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തപ്പുമ്പോൾ ഓർക്കൂല. അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് രാവിലെ ട്രെയിനിൽ കയറി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ വളരെ സൂക്ഷിക്കും, സാധനങ്ങളൊന്നും കളയാതിരിക്കാൻ നോക്കും. ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടത്തില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ഇതിലേ ഞാൻ വാങ്ങിക്കുള്ളൂ. അപ്പം ഇത് ഞാൻ പറഞ്ഞു, എന്തായാലും ശരി അവിടെ പോയി എടുക്കണം. അമ്മ അത് അവിടെ ഉണ്ടാകും. എന്നിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. പക്ഷേ അവൾ തന്നെ പോയില്ലായിരുന്നു, ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി കുട്ടികളെല്ലാം വെക്കേഷന് വൈൻഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞില്ലേ. ആ റൂമൊക്കെ ഇനി ആർക്കെങ്കിലും അലോട്ട് ചെയ്യുമ്പോൾ അവരത് ആ കുപ്പയൊക്കെ എടുത്തങ്ങ് ഇടും, മനസ്സിലായോ? അടുത്ത ദിവസം പിന്നെ കാലത്ത് ഞങ്ങൾ പോയി കൽക്കട്ടയിൽ നിന്ന്. പിന്നെയും ഞാനും മോളും കൂടി ട്രെയിൻ പിടിച്ച് നല്ല വെയിലത്ത് പോയി നോക്കുമ്പോൾ അവൾ ആ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, റൂമിൻ്റെ താക്കാലും ആരുടെ അടുത്തോ കൊടുത്തിരിക്കുകയാണ്. ആ മാനേജേഴ്സൊക്കെ അവരെ തപ്പി കണ്ടുപിടിച്ച് പോയി തുറന്ന് നോക്കുമ്പോൾ അവൾ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അടുത്ത ദിവസം തന്നെ പോയത് കാരണം ഇത് എൻ്റെ ശ്രദ്ധയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ മോളോട് പറഞ്ഞു, അമ്മ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അഴിച്ചിങ്ങ് എൻ്റെ കയ്യിലോട്ട് തന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ടെൻഷനാകും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതായിരുന്നു അവൾ ഇട്ടുകൊണ്ടിരുന്നത്. ഫുൾ 3 ഇയേഴ്സും ഇത് തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അത് കാതിലിടുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്.
ഒരു ഭംഗിയുണ്ട് അതിടുമ്പോൾ. ഇത്രയും ചെറുതാണെങ്കിലുമേ അതിൻ്റേതായ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ആർട്ട് ഫോമൊക്കെ വാങ്ങിച്ച് ആ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന്, ഇപ്പം ഡിസൈനറല്ലേ അവരെയൊക്കെ നമ്മളൊന്ന് പരിപോഷിപ്പിച്ച് വിടുക. പക്ഷെ ആ ഡിസൈനറിന് പാബ്ലോയുടെ ലിഗസി ഉള്ളതുകൊണ്ടല്ലേ ഞാനിതിപ്പോൾ ഇത് വന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞത് ഇതിൻ്റെ പേരും അത് അങ്ങനെ എന്തോ ഒരാളാണ്, ജോർജ് ജെൻസൺ എന്ന് പറഞ്ഞിട്ട്, ഈ ഡെയ്സി ജ്വല്ലറിയുടെ പല ഡെയ്സി ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. പാൻഡറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ടിഫനിയൊക്കെ പോലത്തെ ഒരിത് അവിടെയും ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ അവിടെ ഇതുപോലെ ഒരു കടയിലാണ് കയറിയത്. ഈ പാൻഡോറ എന്നാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ, പക്ഷേ ഐ ഡോണ്ട് റിമെമ്പർ. അതായത് ഒരു വലിയൊരു ബ്രാൻഡാണെന്ന് അന്ന് അവിടെ പറയണ്ടായിരുന്നു ഡാനിഷുകാർ. അവിടെ കയറിയിട്ടാണ് അത് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഡാനിഷ് റിമെമ്പറൻസിന് വേണ്ടിയിട്ട് ഐ ഹാവ് ചെസ്. അത് ഞാൻ ആഗ്നയ്ക്ക് കൊടുക്കണം, എൻ്റെ ബ്രദറിൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. അവൻ ഭയങ്കരമായിട്ട് ചെസ്സ് കളിക്കും. പല സമയത്ത് അവന് പലതരത്തിലുള്ള ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് ഞാനത് അവിടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. ഇനി പോയി നോക്കണം. അതിപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അത് എവിടെയാണെന്ന്. ഇനി അത് വീടൊക്കെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്തപ്പോൾ പെരുമ്പാവൂർ വീട്ടിൽ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ വെച്ചു, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ ആർട്ട് ഫോംസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പടം വരയ്ക്കുക അല്ലെങ്കിൽ ആർട്ട് സ്വായത്തമാക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ അടുത്ത് ആരും ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഗീതയാണെന്ന് തോന്നുന്നു അല്ലേ, അവരെന്തോ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വാങ്ങിക്കും. കാരണം എനിക്ക് എന്താണെന്നറിയോ, ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി, നമ്മൾ ഈ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ജസ്ന സലീം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ, അത് ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായ ഒരു വാല്യൂവേ ഉള്ളൂ. അത് ഭംഗിയാണ്, അതുപോലെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദാറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ട് കേട്ടോ ഈ ആർട്ടിന്. കറക്റ്റായിട്ട് നമ്മളത് വിചാരിക്കുന്ന പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ആർട്ടിസ്റ്റ് വരച്ചെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വാങ്ങിച്ചെന്നിരിക്കുമല്ലോ അല്ലേ. പക്ഷേ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ നിങ്ങൾ എപ്പോഴും അതൊന്ന് എന്താ പറയുക, അത് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കൂ. പിന്നെ ഒരു കാര്യം, ഈ ആർട്ട് എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പം കൃഷ്ണനെയൊക്കെ വന്നിട്ട് സാരിയിലൊക്കെ വരച്ചിട്ട്, ഞാൻ KS ചിത്രയില്ല ആ ചേച്ചി പോലും അത് ഉടുത്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഉടുക്കൂല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു പ്രിൻസിപ്പിളായിരിക്കും അത്. എനിക്ക് അതിപ്പോൾ നമ്മൾ ഇരിക്കുന്നു, നമ്മളതിലൊക്കെ ഒരു ഭഗവാനാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മീനെ വരയ്ക്കുന്നു അതിൽ. പിന്നെ അതേപോലെ ജ്വല്ലറിയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ വലുതായിട്ട് ഇവിടെയൊക്കെ കിടക്കുന്ന ജ്വല്ലറിയിലൊക്കെ ഭഗവാന്മാരെ വെക്കുന്നു. അതൊന്നും എനിക്ക് എന്തോ അത്രയും കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ ലക്ഷ്മിയുടെ ഒരു ലക്ഷ്മി മാല എന്ന് പറഞ്ഞാൽ കാശുമാലയൊക്കെ ഉണ്ട്. പക്ഷേ ഈ എന്താ പറയണേ, ഗണപതിനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ, അത് എനിക്ക് എന്തോ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ. പക്ഷെ അതേസമയം ദേവിമാരെ വെക്കുന്നതിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ. ഡ്രസ്സിൽ വരയ്ക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേറെ ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ കലംകരിയിൽ വരയ്ക്കുന്ന അതൊക്കെ എനിക്കിഷ്ടമാണ്. അല്ലാതെ ഭഗവാന്മാരെ വെക്കുന്നത് എന്തോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ. അപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം, ആർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിലുള്ള ആർട്ടൊക്കെ പരിപോഷിപ്പിക്കുക. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി, എല്ലാവരും അങ്ങനെ നമുക്കുള്ള ഒരു കഴിവ് നമ്മൾ ചെയ്യുന്നതല്ലേ. അതിന് ഇതിവിടെ താഴെ വെച്ചിട്ടേ കാണാതെ ഇപ്പോൾ കയ്യിലെടുത്ത് പിടിക്കട്ടെ. അത്ര പ്രഷ്യസാണ്. ഇത്ര ചെറിയ സാധനമാണെങ്കിൽ പോലും നമുക്ക് അത്രയും പ്രഷ്യസാണ്. ഞാൻ അതിൻ്റെ പൈസ പറഞ്ഞ് നിങ്ങളെ ഇതാക്കിയതല്ല കേട്ടോ. ആ സമയത്ത് പറ്റുമായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചു എന്ന് മാത്രം. പറ്റുന്നവർ വാങ്ങിക്കുക. വേറെ പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒന്ന് നടക്കുന്ന അവർക്കതൊന്നും പറ്റില്ല. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്നവർക്ക് അതൊന്നും പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ പറ്റുന്നവർ അവിടെ നിന്നും ഇതുപോലെയുള്ള, അതുപോലെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന കുറേ മാഗ്നറ്റ്സും ഇതൊക്കെ മോളും വാങ്ങിക്കും ഇടയ്ക്കൊക്കെ. പക്ഷേ എനിക്കത്, ഞാൻ വിചാരിക്കുന്നത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ താഴെ വീഴും, പിന്നെ പൊട്ടിപ്പോവും, പിന്നെ സങ്കടമാവും അല്ലേ. അതിലും നല്ലത് അല്ലെങ്കിൽ അങ്ങനത്തെ ആ മാഗ്നറ്റ്സ് വാങ്ങിച്ചിട്ട് ഒരു പ്രത്യേക പ്ലേസിൽ മാഗ്നറ്റിക് ഇതുണ്ടല്ലോ, ബോർഡ്സ് അങ്ങനെ വല്ലതും ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് മാത്രം വെക്കൂ നിങ്ങൾ. ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുന്നത്, എനിക്ക് ഫ്രിഡ്ജിൻ്റെ എല്ലാവരും അവിടെയാണ് വെക്കുന്നത്. എല്ലാവരുടെയും ഫ്രിഡ്ജൊക്കെ നിറഞ്ഞിരിക്കണതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു എന്ന് മാത്രം. വെക്കുന്നവർ വെച്ചോളൂ കേട്ടോ, മേടിക്കുന്നവർ മേടിച്ചോളൂ. ബിക്കോസ് അതും ഓരോരുത്തരുടെ ജീവിതം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ പ്രത്യേകതകളുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാവരും വാങ്ങിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ എന്താ പറയുക, നിറച്ചങ്ങ് വെക്കരുത്.
ഒരു സാധനം അപ്പോഴാണ് അതിനൊരു ഒരു ഇതാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഒരു ഇത് കൊണ്ടുവന്നാൽ മതി. നിറച്ച് ക്യൂരിയോസ് മേടിച്ച് നിറച്ച് വെക്കുന്ന, അതുപോലെ ആസ്ട്രേലിയയുടെ പതാക, UAE പതാക, അങ്ങനെയൊക്കെ ഉള്ള കപ്സും അതും ഇതൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ അതൊക്കെ. ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ. അതൊക്കെ കൊണ്ടുവന്ന് നിറച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പൊടി തുടയ്ക്കാൻ തന്നെ നമുക്ക് സമയം പോയി കിട്ടും അല്ലേ. പിന്നെ എന്താ പണി റിട്ടയർമെൻറ്റിൽ? പൊടി തുടയ്ക്കലൊക്കെ തന്നെ ആയിരിക്കും. ബുക്ക് എഴുതുന്നുണ്ട്, അതാണ് ഒരു പണി. ഞാൻ റിട്ടയർ ആയിട്ടില്ലല്ലോ, അരവിന്ദല്ലേ റിട്ടയർ ആകാൻ പോകുന്നത്. 2 years 3 yearsലാവുമായിരിക്കും. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇന്നൊരു വെറുതെ ഒരു ചിറ്റാറ്റുമായിട്ട് വന്നു എന്ന് മാത്രം. ബിക്കോസ് ആർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലെ ഇത് എടുത്തു വെക്കാൻ മറന്നുപോയായിരുന്നു. സോ അത് കാണിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ബൈ, സീ യു ടുമോറോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് താങ്ക് യു, ചെയ്യാൻ പോകുന്നവർക്കും താങ്ക് യു.